ഇസ്രായേലികൾ അല്ലെങ്കിൽ ജൂതന്മാരെന്ന് കേൾക്കുമ്പോഴേക്കും ക്രിസ്ത്യാനികൾക്ക് അവരോടുള്ള ഒരു സെൻസ് ഓഫ് ഫീലിംഗ് എന്ന് പറയുന്നത് ഒരമ്മ പെറ്റ മക്കൾ എന്ന രീതിയിലാണ്. ക്രിസ്ത്യാനികൾക്ക് പുനർജന്മത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഈ ജനിച്ച ഒരു ജീവിതം ഒരു ജൂതനായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കാത്ത മോഹിക്കാത്ത ഒരു ക്രിസ്ത്യാനിയും ഉണ്ടായിരിക്കത്തില്ല. ഞാനും ഒരു ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ അതിയായി ആഗ്രഹിച്ചൊരു കാര്യമാണിത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ബൈബിളിൽ തന്നെ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനം, അങ്ങനെ ഒരു കാറ്റഗറിയാണ് ഇസ്രായേൽ മക്കൾക്കായിട്ട് നൽകി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീരാനുള്ള ഒരു വെമ്പൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. എന്തായാലും ഇവർ വിചാരിക്കുന്നത് ഇസ്രായേൽ ആൾക്കാർക്കും ഇതേ ഒരു സെൻസ് ഓഫ് ഫീലിംഗ് ഇവരോടുണ്ട്, ഒരു സഹോദര സ്നേഹം എന്ന നിലയിൽ ഈ ക്രിസ്ത്യാനികളോട് അവർക്കുണ്ട് എന്നാണ് ക്രിസ്ത്യാനികൾ പൊതുവിൽ ധരിച്ചു വച്ചിരിക്കുന്നത്. ഈ ഒരു ധാരണ ശരിയാണോ തെറ്റാണോ എന്നറിയാനായിട്ട് ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. Whoa, whoa. He slapped my face. Wow. He slapped my face. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് രണ്ട് ക്രിസ്ത്യൻ യുവതികൾ ഇസ്രായേലിൽ ചെന്ന് നമ്മുടെ ഈ പെന്തക്കോസ്തുകാരൊക്കെ പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ നടന്ന് ചെയ്യാറുള്ള ഒരു പരസ്യയോഗം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഓപ്പണായിട്ട് ഒരു പബ്ലിക് സ്പേസിൽ ചെന്ന് ശബ്ദമലിനീകരണം ഉണ്ടാക്കി അവരുടെ ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരു പരിപാടി. അതേ പരിപാടി ഈ രണ്ട് ക്രിസ്ത്യൻ യുവതികൾ ഇസ്രായേലിൽ ചെന്ന് ചെയ്തതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ യൂട്യൂബിലും അവിടെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. യേശുവ എന്ന് അവർ വളരെ വ്യക്തമായി അതിനകത്ത് പറയുന്നതും ആ ഒരു സമയത്ത് ഒരു പ്രായമായ വ്യക്തി അവരെ ആക്രമിക്കുന്നതും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു ചെറിയ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും. അവസാനം ആക്രമിച്ച ആ പുള്ളിയുടെ പ്രായമെങ്കിലും നമുക്ക് കണക്കിലെടുക്കാം. കാരണം നമ്മുടെ ഇവിടെ തന്നെ പൊതുവിൽ നമ്മൾ പറയാറുണ്ട്, ചെറുപ്പക്കാരൊക്കെ കുറേ ലിബറലായി മാറാറുണ്ട്, പ്രായമായവരാണ് കുറച്ച് എക്സ്ട്രീം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം ആ ഒരു പ്രായമായ വ്യക്തിക്ക്. അതല്ലാതെ വളരെ കുട്ടികൾ, ചെറുപ്പക്കാരെന്ന് പോലും പറയാൻ പറ്റത്തില്ല, കുട്ടികൾ ആ ഒരു സ്ത്രീക്കെതിരെ നടത്തുന്ന അക്രമം നമ്മൾ ഇതിനകത്ത് കണ്ടു. അടിക്കുന്നു, തൊഴിക്കുന്നു. അതിൻ്റെ ബാക്കി വീഡിയോസും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ അതൊക്കെ വളരെ സുലഭമായി ലഭിക്കും. അത് കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾ, ഒരു കുട്ടിയെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അയാളുടെ വിശ്വാസത്തിന് എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെ പെരുമാറണം. അത് അടിക്കുകയോ പിടിക്കുകയോ പോലുമല്ല, മുഖത്തേക്ക് തുപ്പുക. തുപ്പുന്നത് ദേഹത്ത് പോലുമല്ല, മുഖം നോക്കി മുഖം എയിം ചെയ്ത് തുപ്പുക എന്ന് പറയുന്നത് എത്രത്തോളം നികൃഷ്ടമായിട്ടാണ് അവർ മറ്റുള്ള വിശ്വാസികളെ കാണുന്നത്. അവരുടെ ആ ഒരു വംശീയ വെറി എത്രത്തോളം ഉള്ളിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു കുട്ടിക്ക് പോലും അങ്ങനെ ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കാലത്തും, അത് 2024-ലോ 2025-ലോ എടുത്തൊരു വീഡിയോ ആണ്, അതിൽ ഒരു കുട്ടിക്ക്, ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എത്രത്തോളം വംശീയ വെറി ഉള്ളിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ജ്യൂസ് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിൻ്റെ ഒരു നേർചിത്രം തന്നെയാണ് നമ്മൾ നാട്ടിൽ കാണുന്ന ഈ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകാർ. അവരും ഇത്രയും വംശീയ വെറി വരാനുള്ളൊരു കാരണം അവർ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണെന്നൊരു സെൻസ് ഓഫ് വിശ്വാസം അവരുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത് തന്നെ മറ്റുള്ളവരെല്ലാം ജാതികളും സമുദായമാണെന്ന രീതിയിൽ അവർ ഫീൽ ചെയ്തിട്ട് മറ്റുള്ളവരെ ഇവർ സുപ്പീരിയറായി നിൽക്കുകയും ബാക്കിയുള്ള വിശ്വാസികളെയെല്ലാം ജാതികൾ, സമുദായക്കാരെന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് ഇൻഫീരിയറായിട്ട് എപ്പോഴും അവർ കാണുന്നതിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്. ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ആൾക്കാർ എന്ന ഫീലിംഗ് ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെല്ലാം കൊച്ചാക്കുകയും കുറച്ചും കാണാൻ സാധിക്കുന്നത് ഇവർക്ക്. ഈ ഇസ്രായേലിനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ പൊതുവിലുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ, ഈ പെന്തക്കോസ്റ്റൽ പോലെയുള്ളവർക്ക് അമിതമായിട്ടുണ്ട്. ഞാനും ഈ ഒരു വിശ്വാസിയായിരുന്ന കാലത്ത് കരുതി വെച്ചിരുന്നത് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബായി സഹോദര സ്നേഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ്. പിന്നീടാണ് ഈ ഒരു ഇൻ്റർനെറ്റൊക്കെ ഇത്രയും പോപ്പുലർ ആയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് മറ്റ് ഏതൊരു വിശ്വാസിയോടും ഉള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയത്. ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഫോർ ആൻ ആർഗ്യുമെൻറ്റ് സേക്ക് നമുക്ക് പറയാൻ സാധിക്കും, ഇവരിപ്പോൾ അവിടെ ഒരു മൈക്കും വെച്ച് കെട്ടി അവരുടെ വിശ്വാസത്തിനെതിരെ സംസാരിക്കാൻ പോയതുകൊണ്ടല്ലേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതെന്ന് പറയാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ റാൻഡംലി യൂട്യൂബിൽ പോയിട്ട് ഇസ്രായേലി മൈൻഡ് സെറ്റ് ഓൺ ക്രിസ്ത്യൻ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൺസൊക്കെ, ഈ ക്രിസ്ത്യൻ നൺസൊക്കെ അവിടെ ഇവിടെ റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ
ഇവർ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ അവരെ ചീത്ത വിളിക്കുക, തുപ്പുക. അവരുടെ ശരീരത്തിലേക്ക് തുപ്പിയില്ലെങ്കിലും മെജോറിറ്റി ഓഫ് ആൾക്കാർ അവരെ കണ്ടു കഴിഞ്ഞാൽ പരസ്യമായി അവരെ പള്ളു പറയാറുണ്ട്, തെറി വിളിക്കാറുണ്ട്, എന്നിട്ട് താഴേക്ക് തുപ്പുക. അവരെ കണ്ട ഈ ക്രിസ്ത്യാനികളുടെ വീടിന് മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതിന് ഫ്രണ്ടിൽ തുപ്പുക. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് റിയൽ എന്താണ് യഥാർത്ഥ ജൂതൻ, റിലീജിയസ് ജൂതൻ എന്നാൽ യഥാർത്ഥമായും എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. സെക്യുലർ ജൂതന്മാരുണ്ട്, അവർക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അവരുടെ ഒരു റിലീജിയോസിറ്റി തീരെ ഇല്ലാതാകുമ്പോൾ അവർ തന്നെയാണ് മെജോറിറ്റി ഓഫ് ടൈമും ഈ പലസ്തീനെതിരെയൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് പലസ്തീനു വേണ്ടി വാദിക്കാനും റോഡിലിറങ്ങി പ്രതിഷേധം നടത്താനും ഇസ്രായേലിൽ ടെല്ലവീവിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നതും സെക്യുലർ ജൂതന്മാരാണ്. ഞാൻ അവരെക്കുറിച്ചേ അല്ല ഇവിടെ സംസാരിക്കുന്നത്. ബൈബിളിൽ പലയിടത്തും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ജൂതന്മാർക്ക് അവരൊഴിച്ചാൽ ബാക്കി ആരും, ബാക്കി ഏത് വിശ്വാസമുള്ള ആൾക്കാരും നായകൾ തന്നെയാണ്, നായ്ക്കളായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് പോലും മറ്റു വിശ്വാസമുള്ള ഒരാളുടെ മുഖത്ത് നോക്കി തുപ്പാൻ സാധിക്കുന്നത് അവരെ നായ്ക്കൾക്ക് സമാനമായി കാണുന്നത് കൊണ്ട് തന്നെയാണ്. ഇത് അന്തകാലത്തൊന്നുമല്ല, 2000-ഓ 3000-ഓ വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു മൈൻഡ് സെറ്റ് അല്ല. അത് ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് നിങ്ങളെ ഒന്ന് കാണിച്ച് മനസ്സിലാക്കി തരാനായിട്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പെന്തക്കോസ്തുകാരൊക്കെ ഒന്നുകൂടൊന്ന് പുനർപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിങ്ങളെ നായ്ക്കൾക്ക് സമാനമായി കണക്കാക്കുന്ന ജൂതന്മാരാണോ നിങ്ങൾക്ക് വലുത്, അതോ നിങ്ങളിവിടെ നാഴികയ്ക്ക് 40 വട്ടം വലിയ ലൗഡ് സ്പീക്കറും വെച്ച് പരസ്യയോഗങ്ങളും പ്രസംഗങ്ങളും കൺവെൻഷനും നടത്തിയിട്ടും യാതൊരുവിധ പ്രശ്നവും നിങ്ങൾക്കെതിരെ ഉണ്ടാക്കാത്ത ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ ആണോ നിങ്ങൾക്ക് വലുത് എന്ന് നിങ്ങളൊന്ന് പുനർപരിശോധന നടത്തുന്നത് വളരെ നന്നായിരിക്കും. കാണാത്ത ദൈവത്തെ പൂജിക്കേണ്ടതില്ല എന്നാരോ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മനസ്സിൽ സൂക്ഷിച്ചാൽ വളരെ നല്ലത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.